ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ക്രിയേറ്റീവ് ഹബ്ബ്. ഇന്നും ഞാനിതാ മാങ്ങയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. എന്താ ചെയ്യുക, അപ്പം മാങ്ങാക്കാലായതുകൊണ്ട് നമ്മളും മാങ്ങയും കൂടെ പരമാവധി കണ്ട് എൻജോയ് ചെയ്യുക. അത് മാങ്ങാക്കാലത്തല്ലേ നടക്കുള്ളൂ. നിങ്ങളാരും വെറുപ്പിക്കാന്ന് വിചാരിച്ച് നിങ്ങളാരും വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകരുത് കേട്ടാ. പിന്നെ ഒരു കാര്യം, ചില യൂട്യൂബേഴ്സൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, യൂട്യൂബിനെ പരമാവധി വെറുപ്പിച്ചിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു നിലയിലെത്തിയത് എന്നുള്ളത്. എന്നാൽ എൻ്റെ കഥ കേൾക്കണ. ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി യൂട്യൂബിനെ വെറുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നൊന്നലും തുടങ്ങിയതൊന്നുമല്ല, ഒരു 5-6 വർഷമായിട്ട് തുടങ്ങിയതാണ്. എന്നാൽ ഈ യൂട്യൂബ് ഉണ്ടല്ലോ, ഇന്നെ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല കേട്ടാ. എന്നാലും ഞാൻ വീഡിയോ ഇടൽ നിർത്തൂല. കാരണം എന്തെങ്കിലും ഒരു കാലത്ത് യൂട്യൂബിനെ കണ്ടെത്തിയാലോ എന്നുള്ള വിശ്വാസത്തോടു കൂടിയാണ് ഞാൻ പിന്നും യൂട്യൂബിനെ വെറുപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ പോട്ടെ, കാര്യത്തേക്ക് കടക്കാം. അങ്ങനെ ഇന്നത്തെ റെസിപ്പി മാങ്ങയിട്ട് തന്നെയാണെന്ന് ഞാൻ പറഞ്ഞല്ലേ. അപ്പോൾ അതിനു വേണ്ടി ഞാനിതാ ഒരു പച്ചമാങ്ങയാണ് എടുത്തിട്ടുള്ളത്. അത് തൊലിയോട് കൂടി തന്നെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് നമുക്ക് മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ തൊലിയോട് കൂടി ആയതുകൊണ്ട് തന്നെ അരച്ചെടുക്കാൻ കുറച്ച് പണി ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് ചെറുതായിട്ട് തന്നെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെറുതായി കട്ട് ചെയ്തെടുത്തോളി. നിങ്ങൾക്ക് തൊലി ഒഴിവാക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യട്ടാ. ഞാനിവിടെ തൊലിയൊന്നും ഒഴിവാക്കാതെ തന്നെ ചെറുതായി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് കണ്ടില്ല, ആ ഒരു മാങ്ങ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു മിക്സിൻ്റെ ജാർക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഇതാ 1 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചിയാണ്. അത് തൊലിയൊക്കെ കളഞ്ഞെടുത്തതാണ്. അതൊന്ന് ചെറുതായി കട്ട് ചെയ്തിട്ട് അതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കാം. പിന്നെ ഇതാ ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അടുത്തതായി ഇതാ 1 ഇല്ലി കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ ഒരു 5-6 ഇല്ലി പുതിനൻ്റെ ഇലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് അരച്ചെടുക്കാനുള്ള വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ തണുത്ത വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. വെള്ളം കൂടുതലൊന്നും ചേർത്ത് കൊടുക്കണ്ട. ജസ്റ്റ് ഇതൊന്ന് അരച്ചെടുക്കാൻ ആവശ്യമായ വെള്ളം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അതിന് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ ഇത് അരച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടാ. ഞാൻ നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചിട്ടൊന്നുമില്ല. ഇച്ചിരി തരിതരിപ്പോട് കൂടിയിട്ട് തന്നെയാണ് അരച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഫൈൻ പേസ്റ്റ് ആയിട്ട് അരക്കണമെങ്കിൽ അങ്ങനെ അരക്കട്ടാ. പിന്നെ ഞാനിത് അരിച്ചെടുക്കണമെന്നില്ല കേട്ടാ. നിങ്ങൾക്ക് അരിച്ചെടുത്തിട്ട് ഉപയോഗിക്കണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം. ഞാൻ ഇങ്ങനെ തന്നെയാണ് ഇത് ഇനി സെർവ് ചെയ്യാൻ പോണത്. അപ്പോൾ അതിന് വേണ്ടി ഞാനിതാ ഒരു ഗ്ലാസിൻ്റെ ജാർ എടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഈ ഗ്ലാസ് ജാർക്ക് ഞാൻ കുറച്ച് ഐസ് ക്യൂബ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടാ. ഐസ് ക്യൂബ് ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഞാൻ അരച്ച് വെച്ച അരപ്പ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അടുത്തതായി ഇനി നമുക്ക് ഇതിലേക്ക് സോഡയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിത് എടുത്തിട്ടുള്ളത് ഈ സോഡയാണ് കേട്ടാ. അങ്ങനെ ഈ സോഡ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ സോഡയും കൂടെ ചേർത്ത് കൊടുത്തപ്പോൾ നമ്മളെ പച്ചമാങ്ങ സോഡ അവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ, കുടിക്കാൻ മസ്റ്റ് ട്രൈ ആയിട്ടാണ് കേട്ടോ, പ്രത്യേകിച്ച് ഈ ചൂടിന്. അപ്പോൾ ഇതേപോലെ ഉണ്ടാക്കി നോക്കാത്തവർ തീർച്ചയായും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളി. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ ലൈക്ക് ബട്ടനും കൂടെ ഒന്ന് അമർത്തിക്കാളി. പിന്നെ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താളി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്ത പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം.